ഹായ് ആർട്ടിസ്റ്റ്, നമസ്കാരം. നമ്മൾ ഗ്രിഡ് മെത്തേഡിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ഓരോ ഭാഗങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു മനസ്സിലാക്കി. സന്തോഷം. നമ്മൾ ഏതൊരു ടെക്നിക്ക് നമ്മൾ പഠിക്കുമ്പോഴും അതിൻ്റെ ഗുണവും ദോഷവും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഗ്രിഡ് മെത്തേഡിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും തിരിച്ചറിഞ്ഞ് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ പെൻസിലും നോട്ട്ബുക്കും പേനയൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരുന്നോ. ഞാൻ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങൾ ആർട്ട് സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഓരോ ടെക്നിക്സിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷവും ഉണ്ട്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. 1 സെക്കൻഡ്. ഓക്കെ, ഫൈൻ. നമുക്ക് ഗ്രിഡ് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് കുറച്ച് പോയിന്റ്സുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പോയിന്റ് നമ്പർ 1, കറക്റ്റ് പ്രപ്പോർഷൻ. നോക്കാം. ദ ഗ്രിഡ് മെത്തേഡ് ഹെൽപ്സ് us ഡ്രോ കറക്റ്റ് സൈസ് ആൻഡ് പൊസിഷൻസ് ഓഫ് ഈച്ച് പാർട്ട്. ശരിയല്ലേ? ഗ്രിഡ് ഉപയോഗിച്ച് വരച്ചവർക്ക് അറിയാനായിട്ട് കഴിയും. ഒരു ടെക്നിക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രോയിങ്ങിന്റെ, അതായത് നമ്മൾ വരയ്ക്കാനെടുത്ത ഡ്രോയിങ് റെഫറൻസ് സ്റ്റിക്കും അതേപോലെ തന്നെ നമ്മൾ വരച്ച ഡ്രോയിങ്ങും അതേപടി മാച്ചായിട്ട് കാണാനായിട്ട് കഴിയും അല്ലേ? അതിൽ അക്യൂറസി ഉണ്ടാവും, കൃത്യത നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. അതേപോലെ തന്നെ നമ്മൾ വരച്ച ചിത്രത്തിന്റെ സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകാതെ അതേപടി നമ്മളുടെ ബുക്കിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഡ്രോയിങ് പേപ്പറിലേക്ക് പകർത്താനായിട്ട് കഴിയുന്നുണ്ടാവും. അതിൻ്റെ ഈച്ച് ആൻഡ് എവറി പാർട്ട് പെർഫെക്റ്റ് ആയിരിക്കും. അതായത് ഞാൻ പറഞ്ഞത് ഇത്ര മാത്രം, നമ്മളുടെ ഡ്രോയിങ്ങിന്റെ പ്രപ്പോർഷൻ ഇല്ലേ, അതിന്റെ അളവും കാര്യങ്ങളോ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോയിട്ടുണ്ടാവില്ല. കറക്റ്റ് എക്സാക്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ടെക്നിക്കിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പോയിന്റ് നമ്പർ 1 ക്ലിയർ അല്ലേ? കറക്റ്റ് പ്രപ്പോർഷൻ അല്ലേ? പ്രപ്പോർഷൻ കറക്റ്റ് ചെയ്യാൻ ഈ ഒരു ടെക്നിക്ക് നമ്മെ സഹായിക്കുന്നുണ്ട്. കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ക്ലിയർ? പോയിന്റ് നമ്പർ 2, ബിഗിനർ ഫ്രണ്ട്ലി. ഗ്രിഡ് മെത്തേഡ് ബിഗിനർ ഫ്രണ്ട്ലി ആണ് അല്ലേ? പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് കഴിയും. ഇതിൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇറ്റ് റെഡ്യൂസ് ഫിയർ ആൻഡ് ഗീവ്സ് കോൺഫിഡൻസ് ടു ബിഗിനേഴ്സ്. ശരിയല്ലേ? ഒരു പ്യുവർ ബിഗിനേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ തെറ്റിപ്പോകുമോ എന്നുള്ള പേടി ഉണ്ടാവും. അത് ഈവൻ മൈന്യൂട്ടായിട്ടുള്ള ഒബ്ജക്റ്റുകൾ വരയ്ക്കുമ്പോൾ പോലും പെൻസില് നേരെ പിടിക്കാൻ പറ്റണമെന്നില്ല. വരയ്ക്കുമ്പോൾ കൈ വരയ്ക്കാം, തെറ്റിപ്പോവോ എന്നുള്ളൊരു പേടി ഉള്ളിലുണ്ടാവും. അങ്ങനെയുള്ള പേടി നമുക്ക് ഈ ഒരു ടെക്നിക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതോടുകൂടി മാറ്റാനായിട്ട് കഴിയും അല്ലേ? എന്താ പറയാ, ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ്, ആ ഒരു കാര്യം നമുക്ക് കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും. നമ്മളുടെ പേടി നമുക്ക് മാറ്റാനായിട്ട് കഴിയും. അതോടൊപ്പം ബിഗിനേഴ്സിന് ചിത്രം വരയ്ക്കാനുള്ള ഒരു കോൺഫിഡൻസും ഈ ഒരു ടെക്നിക്ക് നമുക്ക് തരുന്നുണ്ട് ഇല്ലേ? ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്ലൈൻ ഒക്കെ വരയ്ക്കുന്ന സമയത്ത് ഇതൊക്കെ നിസ്സാരമാണ്, എനിക്കും വരച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഒരു തോന്നല്, വിശ്വാസം, ആത്മവിശ്വാസം നമുക്ക് ഈ ഒരു ടെക്നിക്ക് തരുന്നുണ്ട്. ശരിയല്ലേ? ടെക്നിക്ക് ചെയ്തവര് താഴെ കമന്റ് ചെയ്ത് നോക്കുക. ഇതിന്റെ ഫസ്റ്റ് സെക്കൻഡ് പാർട്ട് നിങ്ങൾ കണ്ട് ഇംപ്ലിമെന്റ് ചെയ്ത ആൾക്കാർ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് പറയാനുള്ളത് ഇംപ്രൂവ്സ് ഒബ്സർവേഷൻ സ്കിൽ. ശരിയല്ലേ? യു ലേൺ ടു ഒബ്സർവ് കെയർഫുള്ളി ആൻഡ് ഡ്രോ ബോക്സ് ബൈ ബോക്സ്. നമ്മൾ ഗ്രിഡ് ഇട്ട് വരയ്ക്കുന്ന സമയത്ത് അതിനെ ഒരുപാട് സ്ക്വയർ ബോക്സ് ആക്കി തിരിച്ച് ഓരോ ബോക്സ് ആക്കി നമ്മൾ എന്താ പറയുക, ഓരോ ബോക്സിലുമുള്ള വരകൾ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് മാർക്ക് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നമ്മളുടെ ഒബ്സർവേഷൻ സ്കില്ല് അതോടൊപ്പം അൺനോയിങ്ങിലി വർദ്ധിക്കുന്നുണ്ട്, വളരുന്നുണ്ട് അല്ലെ? നമ്മളുടെ ഒബ്സർവേഷൻ സ്കില്ല് കൂട്ടാനും ഈ ഒരു ടെക്നിക്ക് നമ്മെ സഹായിക്കുന്നുണ്ട്. ഇതിന്റെ ഗുണങ്ങളാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് ഞാൻ പറഞ്ഞു, പ്രപ്പോർഷൻ കറക്റ്റ് ചെയ്യാൻ ഈ ഒരു ടെക്നിക്ക് നമ്മെ സഹായിക്കുന്നുണ്ട്. പോയിന്റ് നമ്പർ 1 നിങ്ങളുടെ ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചോ.
അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രിഡ് മെത്തേഡ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് കറക്റ്റ് പ്രപ്പോർഷൻ ഓക്കെ ആക്കാൻ ഈ ഒരു ടെക്നിക്ക് നമ്മെ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം ബിഗിനർ ഫ്രണ്ട്ലി ആണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ടെക്നിക്ക് പഠിക്കാനും നമ്മുടെ ഡ്രോയിങ്ങിൽ ഇംപ്ലിമെന്റ് ചെയ്ത് റിസൾട്ട് കൊണ്ടുവരാനും ഈ ഒരു ടെക്നിക്ക് നമ്മെ സഹായിക്കുന്നുണ്ട്. നമ്മളുടെ വരയ്ക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പേടി മാറ്റാനും നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടാനും ഒക്കെ ഈ ഒരു ടെക്നിക്ക് സഹായകമാണ്. അതോടൊപ്പം നമ്മളുടെ ഒബ്സർവേഷൻ സ്കില്ലും ഇതിൽ വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും. ഇത്രയും കാര്യങ്ങൾ നമുക്കിപ്പോൾ നോക്കി. ക്ലിയർ ആണേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് താഴെ കമന്റ് ചെയ്യാം. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇനി പറയാനായിട്ടുള്ളത് മേക്സ് കോംപ്ലക്സ് ഡ്രോയിങ്സ് ഈസി. ശരിയല്ലേ? ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഫേസ് ഡ്രോയിങ് ചെയ്ത എത്ര പേരുണ്ട്? ഒന്ന് കമന്റ് ചെയ്ത താഴെ. രണ്ടാമത്തെ അസൈൻമെന്റ്, രണ്ടാമത്തെ ഗ്രിഡ് മെത്തേഡിന്റെ രണ്ടാമത്തെ പാർട്ട് കണ്ട് ഇംപ്ലിമെന്റ് ചെയ്തവർ എത്ര പേരുണ്ട്? താഴെ കമന്റ് ചെയ്തേ. അതില് മേക്സ് കോംപ്ലക്സ് ഡ്രോയിങ് ഈസി ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇല്ലേ? എക്സാക്ട്ലി. ഫേസ് ഡ്രോയിങ് പോർട്രേറ്റ്സ് ആൻഡ് റിയലിസ്റ്റിക് ഡ്രോയിങ്സ് ബിക്കം സിമിലർ ഇല്ലേ? നമ്മളൊരു ഫേസ് വരയ്ക്കുന്ന സമയത്ത് ഫേസിനെ നമ്മൾ അതേപടി ഫ്രീ ഹാൻഡ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ വിചാരിച്ചാല് അതൊരു കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഷേപ്പാണ് ഇല്ലേ? എന്നാല് നമ്മളുടെ ഫേസിനെ പല ബോക്സുകളാക്കി തിരിച്ച് നമ്മൾ ഇങ്ങനെ വരിയും നിരയൊക്കെ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിലെ ആദ്യത്തെ ബോക്സിൽ എന്താണ് കാണുന്നത് അത് മാർക്ക് ചെയ്യാം. രണ്ടാമത്തെ ബോക്സിൽ എന്താണ് കാണുന്നത് അത് മാർക്ക് ചെയ്യാം. മൂന്നാമത്തെ ബോക്സിൽ എന്താണ് കാണുന്നത് അത് മാർക്ക് ചെയ്ത് ബോക്സ് കവർ ചെയ്തെടുക്കുമ്പോൾ തന്നെ പോർട്രേറ്റിന്റെ ഔട്ട്ലൈൻ അവിടെ കംപ്ലീറ്റ് ആയി അല്ലേ? വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അവിടെ ഈസി ആയിട്ട് നമുക്ക് ഔട്ട്ലൈൻ എടുക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മേക്സ് കോംപ്ലക്സ് ഡ്രോയിങ് ഈസി. ക്ലിയർ? ഈ ഒരു പോയിന്റ് ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ക്ലിയർ? പോർട്രേറ്റ്സ് ആൻഡ് റിയലിസ്റ്റിക് ഡ്രോയിങ്സ് ബിക്കം സിംപ്ലർ. ചാറ്റിലോട്ട് റെസ്പോണ്ട് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട് താഴെ കമന്റ് ചെയ്യാം. ഞാൻ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഗ്രിഡ് മെത്തേഡിന്റെ നല്ല വശങ്ങളാണ്, ഗുണങ്ങളാണ്, മെറിറ്റ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഒന്നാമത്തെ ഗുണമായിട്ട് ഞാൻ പറഞ്ഞ പ്രപ്പോർഷൻ കറക്റ്റ് ആക്കി എടുക്കാൻ ഈ ഒരു ടെക്നിക്ക് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബിഗിനർ ഫ്രണ്ട്ലി ആണ്. ആർക്ക് വേണമെങ്കിലും ഈ ഒരു ടെക്നിക്ക് ഫോളോ ചെയ്യാനായിട്ട് കഴിയും. പ്യുവർ ബിഗിനേഴ്സിനാണ് എങ്കിൽ വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പേടി മാറ്റാനും അതോടൊപ്പം കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്തെടുക്കാനും സഹായകമാണ്. അതോടൊപ്പം നമ്മളുടെ ഒബ്സർവേഷൻ സ്കില്ലും ഈ ഒരു ടെക്നിക്കിലൂടെ വളർത്താനായിട്ട് കഴിയുന്നുണ്ട്. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയ പോയിന്റ് ആണ് മേക്സ് കോംപ്ലക്സ് ഡ്രോയിങ് ഈസി അല്ലെ? കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഒബ്ജക്റ്റുകളെയൊക്കെ നമുക്ക് സിംപിളൈസ് ചെയ്തെടുക്കാൻ, ലളിതമാക്കാൻ ഈ ഒരു ടെക്നിക്ക് നമ്മെ സഹായിക്കുന്നുണ്ട്. ക്ലിയർ? ഇനി അഞ്ചാമത്തെ പോയിന്റ് ആണ് പറയാനായിട്ടുള്ളത്. fewer mistakes. Even if one box goes wrong, the whole drawing is not spoiled. ഒന്നുമില്ല, നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ബോക്സിൽ മിസ്റ്റേക്ക് വന്നാൽ അതിനെ മുഴുവനായിട്ടൊന്നും സാരമായിട്ടൊന്നും ബാധിക്കാൻ പോകുന്നില്ല. അത് നമുക്ക് പെട്ടെന്ന് തന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് കഴിയും അല്ലേ? നമ്മളിപ്പോ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഭാഗത്തൊരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ അത് എല്ലാ ഭാഗത്തേക്കും ബാധിക്കാറുണ്ട്. നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ കുറച്ച് പാടായിരിക്കും. എന്നാൽ ഗ്രിഡ് ഇട്ട് വരയ്ക്കുന്ന സമയത്ത് ബോക്സ് ബൈ ബോക്സ് ആയിട്ട് നമുക്ക് സൂക്ഷ്മതയോടെ നിരീക്ഷിച്ച് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് മിസ്റ്റേക്ക് വരുന്ന കാര്യങ്ങൾ കുറവാണ്, മിസ്റ്റേക്സുകളില്ല ഗ്രിഡ് മെത്തേഡിൽ ഇല്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഒബ്ജക്റ്റിന്റെ ഔട്ട്ലൈൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇത്രയും ഗുണങ്ങൾ നമ്മൾ കണ്ടു. എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ നമുക്ക് ചോദിക്കാം അല്ലെ? ഗ്രിഡ് മെത്തേഡിന്റെ നല്ല ഗുണങ്ങളാണ്, മെറിറ്റ് ആണ് നമ്മളിപ്പോൾ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടത്. ഇനി